ഒന്നാമത് ഇതൊക്കെ കുട്ടികൾ ചെയ്തതാണ്. രണ്ടാമത് ഇതൊരു യത്തീംഖാനയാണ്. യത്തീംഖാനയിലെ കുട്ടികൾ താമസിക്കുന്ന സ്ഥലം. എത്ര മനോഹരമായിട്ടാണ് യത്തീംഖാനയിലെ കുട്ടികൾ ഇത് ചെയ്തത്. ഒരു പക്ഷേ വീടുകളിൽ പോലും ഇല്ലാത്തത്ര ഒരു 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 സൗകര്യം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടുത്തെ യത്തീംഖാനയിൽ താമസിക്കുന്ന ഇവിടുത്തെ പ്രിയ മക്കൾ. ഞാൻ ചേറൂർ PPTM YHS യത്തീംഖാനയിലാണ്. ചേറൂർ യത്തീംഖാനയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു തരാം. ഇത് മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ഇതൊക്കെ സ്റ്റുഡൻസ് ചെയ്തതാണെന്ന് പറയുമ്പോൾ സന്തോഷം എന്താ പറയുക, എത്ര രസമുണ്ട് പറയുക, എത്ര ഭംഗിയായിട്ട്. ഇവിടെ ചുവരുമലാണെങ്കിലും ഇവിടെ ഓഫീസാണെങ്കിലും ഇവിടെ ഡൈനിങ് റൂം ആണെങ്കിലും മറ്റ് സൗകര്യങ്ങൾ എത്ര ബ്യൂട്ടിഫുള്ളാണ്. പലപ്പോഴും പല സ്ഥലങ്ങളും എനിക്കിവിടുത്തെ ഏറെ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഹൈജീനിക് വൃത്തി A+ ആണ്. അൽഹംദുലില്ലാ ചെറൂർ യത്തീംഖാനയ്ക്ക് കീഴിൽ ഒരുപാട് സ്ഥാപനമുണ്ട്. അതിലൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ചെറൂർ PPTM യത്തീംഖാനയ്ക്ക് കീഴിൽ KG മുതൽ അണ്ടർ ഗ്രാജുവേഷൻ വരെയുള്ള ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിലേറ്റവും നമുക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യത്തീം മക്കളുടെ അവർക്ക് നൽകുന്ന പരിചരണവും സ്നേഹവും എഡ്യൂക്കേഷനും വേറിട്ടതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ യത്തീംഖാനയിൽ വന്ന് താമസിച്ച് പഠിക്കാൻ പറ്റാത്തവർക്ക് ഈ യത്തീംഖാനയ്ക്ക് കീഴിൽ ഹോം കെയർ എന്നൊരു പദ്ധതി ഉണ്ട് കേട്ടോ. ഒരുപാട് പരിസരത്തുള്ള ഒരുപാട് കുട്ടികളെയാണ് വീട്ടിൽ വെച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അതായത് അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പോവാം, അവർക്കുള്ള ചികിത്സാ ചെലവ്, ഭക്ഷണമൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കുന്ന വലിയ പദ്ധതി ഉണ്ട് ഹോം കെയർ. അതിൻ്റെ 2ാം വാർഷികം ആഘോഷം വിപുലമായി നടത്തുന്നു. ഈ വരുന്ന ഡിസംബർ 31 മുഖ്യപ്രഭാഷകനായ സിറാജുദ്ദീൻ ഹാസിമി അവരുടെ മുഖ്യപ്രഭാഷണം, ന്യൂ ഇയർ പ്രഭാഷണം ഡിസംബർ 31 വൈകിട്ട് 7 മണിക്ക് ചേറൂർ യത്തീംഖാന ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയും ചെയ്യുന്നു. ഏതായാലും നമുക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ എത്ര ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇതാണ് ഒരു പരിചയപ്പെടുത്താറേട്ടാ. വേറെ കുറെ യത്തീംഖാന ഭാരവാഹികൾ പരിചയപ്പെടുത്തും. ഉസ്താദിന്റെ പേര് പറയും. എന്റെ പേര് ഫസലുദ്ദീൻ ഫൈസി, ബിഷിരിയാണ്. ഇവിടെ നമ്മളെ കോളേജ് പഠിച്ചാണ്. അതായത് ഇവിടെ യത്തീംഖാനയിലെ പഴയ കുട്ടിയാണ്, ഇവിടെ മെൻഡറാണ്, അഡ്മിനിസ്ട്രേറ്ററാണ്. ഇത് റീഡിംഗ് കോർണർ വളരെ വെറൈറ്റി ആട്ടോ. ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കൊടുത്ത് ആർക്കും തന്നെ വായിക്കാൻ തോന്നിപ്പോവും. ചുവരുമലൊക്കെ അതിൻ്റെ കാലിഗ്രാഫിയൊക്കെ ചെയ്ത് ഇംഗ്ലീഷ് ലെറ്ററും അറബിക് ലെറ്ററും ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾ ചെയ്താണല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട്. റീഡിംഗ് കോർണർ അടിപൊളി ഉഷാറായിട്ടുണ്ട്. ഇതാണല്ലേ? ഇത് ഒരു സ്റ്റുഡൻറ്റ് ചെയ്താണെന്ന് പറഞ്ഞത്. ഈ സൈഡിലെ പാനലും കാര്യം ഇതൊക്കെ സ്റ്റുഡൻസ് ചെയ്താണ്. ഇവിടെ വാഷ്റൂമുകളൊക്കെ ഉണ്ട്. ഇവിടെ ചോരുമലൊക്കെ ചിത്രമൊക്കെ വരച്ചിട്ട് അരി പൊടി പോലും ഇല്ല എന്നുള്ളതാണ്. അതെ, അവിടെ ഇരുന്നോളി പഠിച്ചോളി. SLC ഇവിടെ വായിക്കാണ് അല്ലേ? എത്ര സിസ്റ്റം ഉണ്ട്? 6 സിസ്റ്റം ഉണ്ട്. ഡിസൈൻ ചെയ്ത ആരാ? കുട്ടി തന്നെയാണ്. എനിക്കൊരു പൂന്തോട്ടത്ത് കയറിയ ഫീലാണുള്ളത്. അതെ, ചെറൂർ പാണക്കാട് പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ യത്തീംഖാന ഒരുപക്ഷെ കേരളത്തിൽ ഇത്ര സൗകര്യങ്ങൾ യത്തീംഖാനമാരുണ്ടാവില്ല. ഇത് മഹാനായ ശിഹാബ് തങ്ങൾ 1978 ആരംഭിച്ച യത്തീംഖാന. മഹാനായ തങ്ങളുടെ ദീർഘദൃഷ്ടിയാണ് ഈ യത്തീംഖാന. അന്ന് വളരെ കുറച്ച് കുട്ടികളാണ് യത്തീംഖാന ഉണ്ടായത്. 14 കുട്ടികളാണ് അന്ന് യത്തീംഖാന ഉണ്ടായത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം, ഏതാണ്ട് 9000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസായി പാണക്കാട് ചെറൂർ പൂക്കോയത്തങ്ങൾ യത്തീംഖാന. സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളാണ് പ്രസിഡന്റ്. MM കുട്ടിമൗലവിയാണ് ജനറൽ സെക്രട്ടറി. ആവേൽ സുലൈമാനാജിയാണ് ഇതിന്റെ വർക്കിംഗ് സെക്രട്ടറി. അപ്പോൾ വർക്കിംഗ് സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിതിൽ നമ്മുടെ സ്ഥാപനത്തിലെ ഏറ്റവും പരമപ്രധാനം നമ്മുടെ യത്തീംഖാനയുടെ മക്കളുമാണ്. കോംപ്രമൈസ് ഇല്ല. അതിന് ഏറ്റവും മുന്തിയ പരിഗണന അവർക്കാണ്. ഏറ്റവും നല്ല സൗകര്യങ്ങളും അവരുടെ എല്ലാവിധ പഠന കാര്യങ്ങളും അവിടെ താമസ കാര്യങ്ങളും ഭക്ഷണ കാര്യങ്ങളിലും എല്ലാം ഏറ്റവും കൂടുതൽ വളരെ നന്നായി അവരെ പരിഗണിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ നമ്മളെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വളരെ മനോഹരമായി കൊടുക്കുക. അവരുടെ ഓഫീസും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും അതുപോലെ അവരെ മറ്റുള്ള പഠന സൗകര്യങ്ങളും അവരുടെ താമസവും ഉസ്താദുമാരും അധ്യാപകരും അവരുടെ ട്യൂഷനും മറ്റെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി അതിന് ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്ത് അത് ഉഷാറാക്കി ബാക്കി ശേഷം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സ്ഥാപനം അതിൻ്റെ പ്രവർത്തനം പോകുന്നത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കാൻ ഇവിടെ താല്പര്യമില്ലാത്ത പല കുട്ടികളുണ്ട്. അങ്ങനത്തെ കുട്ടികളെ അവരെ വീട്ടിലിരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, ചികിത്സ
അവരുടെ എല്ലാ സൗകര്യങ്ങളും അതുപോലെ 3 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അതിലേക്ക് അഡ്മിഷൻ എടുത്ത് ആ മക്കൾ ദത്തെടുത്ത് അവരെ പഠിപ്പിക്കുന്ന വലിയൊരു സംവിധാനമാണ് ഹോം കെയറായി ഇപ്പോൾ ചെറു എത്തിങ്ങാന 2 വർഷത്തോളമായി നടന്നു വരുന്നത്. അതിൻ്റെ വാർഷികവും അതോടനുബന്ധിച്ച് ന്യൂ ഇയർ പ്രഭാഷണവുമാണ്. പത്തനാപുരം സിറാജുദ്ദീൻ കാസ്മിയാണ് പ്രസംഗത്തിന് എത്തുന്നത്. ന്യൂ ഇയർ പ്രോഗ്രാം എപ്പോഴാണ് പറഞ്ഞത്? ഈ ഡിസംബർ 31 വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള പിന്നെ ന്യൂ ഇയർ പ്രോഗ്രാമാണ്. അപ്പൊ അതിന് നിങ്ങൾ കമ്മിറ്റി ആളുകൾ ക്ഷണിക്കുന്നു. കമ്മിറ്റി ഈ എല്ലാ ആളുകളെയും ആ പരിപാടിയിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്യാണ്. ഫസലുദ്ദീൻ ഫൈസി അവർകളാണ്. ഇതാണ് ആദ്യം പറഞ്ഞ ആള്. അതെ, ഞാൻ ആദ്യം പറഞ്ഞ ആള് അദ്ദേഹമാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ പിന്നെ കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട് ഇവിടെ? അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെയാണ്. നമ്മൾ എന്ത് വിഷയം പറഞ്ഞാലും നമ്മളെ കമ്മിറ്റിക്കാര് അതേപോലെ നമ്മളെ മാഷ് നമ്മളെ സുലൈമാക്ക എല്ലാവരും എല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ തലേന്ന് ഉസ്താദെ എന്താ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറന്നല്ല, കുട്ടികളെ പറ്റി ചോദിക്കാത്ത ദിവസങ്ങളില്ല. ഇപ്പോൾ റാഹത്ത് തന്നെയാണ്. കുട്ടികൾക്ക് നാട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാലും കുട്ടികൾക്ക് പോകണമെന്നില്ല. ആ വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യട്ടാ. ഒരു യതീംഖാനയിലെ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ ഉസ്താദിന്റെ വാക്ക് പ്രേക്ഷകർ ഏറ്റെടുക്കണം. കാരണം ഇവിടുത്തെ കുട്ടികൾ വീട്ടിൽ പൊയ്ക്കോളി പറഞ്ഞാൽ പോണില്ല പറഞ്ഞത്. ആ കൈ ഒന്നുകൂടെ തരി. രണ്ടറിഞ്ഞ് ഒരുപാട് പേര് കൈ കൊടുക്കാണ്ട്. പക്ഷെ അത് ഭയങ്കര ഹൃദയം കൊണ്ട് പറഞ്ഞു തന്നെയാണ്. അതന്നെ എന്താ വെച്ചാൽ നമ്മളെ കുട്ടികൾ എന്താ വെച്ചാൽ നാട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഉസ്താദ് ഞങ്ങൾ ഇവിടെ നിൽക്കട്ടെ എന്നാണ് കുട്ടികൾ ചോദിക്കല്. രക്ഷിതാക്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. മാഷോട് പോയി പറഞ്ഞ മാഷ് ആ കുട്ടികൾക്ക് താല്പര്യമാണ് കുട്ടികളോട് മുന്നോട്ട് ഉസ്താദ് നമുക്ക് എന്താണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. താല്പര്യം എങ്ങനെയാണെന്ന് അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ നമുക്കറിയാം കുട്ടികളുടെ രക്ഷിതാക്കൾ പലപ്പോഴും നമ്മളൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങൾ പിന്നെ കുട്ടികൾക്ക് ഉഷാറാണ്. കുട്ടികളെ വീട്ടിൽ നിൽക്കണില്ല എന്നാ പറയുന്നത്. അവർക്ക് ഇവിടെ വലിയ ഫ്രീഡമാണ്. ഉസ്താദിന്റെ മേൽനോട്ടത്തിൽ കുട്ടികൾക്കെല്ലാം എങ്ങനെയുണ്ട് കഴിവ്? വളരെ മിടുക്കാൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം ഇവിടെ തന്നെ പഠിച്ച കുട്ടിയായതുകൊണ്ട് അദ്ദേഹം കുട്ടികളെ നന്നായി ശ്രദ്ധിക്കും. ഹയർ സെക്കൻഡറി പറഞ്ഞപ്പോ ഞാൻ ഹൈസ്കൂളിലാട്ടാ. അപ്പൊ ഞങ്ങൾ ഹൈസ്കൂൾ വളരെ ഉഷാറാണ്. 4000-ലധികം പഠിക്കുന്ന നിങ്ങളെ ഹൈസ്കൂള്, 4000-ലധികം പഠിക്കുന്ന നിങ്ങളെ സ്കൂള്, നമ്മുടെ ഹൈസ്കൂള് 100% വിജയം നേടി ഏറ്റവും ഉന്നതിയിൽ എത്തിക്കുന്ന സ്ഥാപനമാണ്. അതിൽ യാതൊരു സംശയമില്ല. അതിന്റെ പ്രേക്ഷകർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ക്ലാസ് വിജയമാണ്. ക്ലാസ് അധ്യാപകനാണോ? അതാണ് ക്ലാസ് ചാർജ് വിട്ടിട്ടില്ല. പരിപാടി പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്കൂള് കഴിഞ്ഞിട്ട് രാത്രിയും ആ സമയങ്ങളിലൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ സമയങ്ങളിലാണ്. എന്റെ പ്രേക്ഷകർക്ക് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്. അവരോട് ചോദിച്ചാൽ മതി. ഞാന് പല ആളുകൾക്കുള്ള ഡൗട്ട് ഇപ്പൊ തീർക്കാണ്. ഞാൻ എന്റെ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇവിടെ ഉണ്ട്, മാനേജർ ഇവിടെ ഉണ്ട്, മൗലവി ഇപ്പൊ ഇല്ല എന്നുള്ളൂ, മുജീബ് അപ്പുറത്തുണ്ട്. ഇവരോട് ചോദിക്കുക എന്റെ സേവനത്തെ കുറിച്ച്. അപ്പൊ ആളുകൾ കൺഫ്യൂഷൻ ഞാൻ സ്കൂളിൽ വരലുണ്ടോ ഇല്ല. ഒരു കൺഫ്യൂഷനും വേണ്ട, ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട. അദ്ദേഹത്തിന്റെ സ്കൂളിലെ ഡ്യൂട്ടി 100% കഴിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 24 മണിക്കൂറും ഇവിടെ സേവനത്തിൽ തയ്യാറായി. അതിനുശേഷം മറ്റുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഒഴിവ് സമയത്ത് മാത്രമാണ് അദ്ദേഹം സ്ഥാപനത്തിന് പുറത്തുപോയി ഇതുപോലുള്ള സേവനങ്ങൾ ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷമുണ്ട്. അതാണ് എന്റെ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് അഭിമാനപൂർവ്വം സ്വീകരിക്കുകയാണ്. ഈ സർട്ടിഫിക്കറ്റ് സെക്രട്ടറിയാണ്, ഒരു സെക്രട്ടറിയാണ് മുജീബ് സാഹിബ് ഉണ്ട്, നമ്മുടെ സുഹൃത്താണ്. എന്താണ്, എങ്ങനെയുണ്ട്? ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മള് ഒരുപാട് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെറു എത്തിങ്കാന. പ്രത്യേകിച്ച് നമുക്കറിയാം പൂക്കോയത്തങ്ങളുടെ നാമധേയത്തിലുള്ള സ്ഥാപനം പാണക്കാട് തങ്ങന്മാർ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതൊരു പ്രത്യേകത ഈ സ്ഥാപനത്തിനുണ്ട്. ഹോം കെയർ പദ്ധതിയുടെ ഭാഗമായുള്ളതിന് 2ാം വാർഷികവും ന്യൂ ഇയർ പ്രഭാഷണവും നേരത്തെ പറഞ്ഞ ഹാജി പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞതുപോലെ ഇവിടെ നടക്കുകയാണ്. അതിന്റെ മുഖ്യ സംഘാടകനാണ് ഫാറൂഖ്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിയുടെ ആ വിജയവും അതിൻ്റെ ഇതൊക്കെ ഈ പ്രാവശ്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിയേണ്ട പരമാവധി ആൾക്കാർ വരും. ഇൻഷാ അല്ലാഹ്.